പനിക്കുള്ള ഗുളിക പാരസെറ്റമോൾ, പനിക്കുള്ള ഗുളിക പാരസെറ്റമോൾ, പനിക്കുള്ള ഗുളിക പാരസെറ്റമോൾ, പനിക്കുള്ള ഗുളിക പാരസെറ്റമോൾ, പനിക്കുള്ള ഗുളിക പാരസെറ്റമോൾ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാനെല്ലാം പഠിച്ചു. ഹലോ എടി, ഞാനൊക്കെ പഠിച്ചു. പനിക്കുള്ള ഗുളിക പാരസെറ്റമോൾ അല്ലേ? ഇതേപോലെ ഞാൻ എല്ലാം പഠിക്കും. എന്റെ മറവിയെ ഞാൻ തോൽപ്പിക്കും. ഒന്ന് പേടിക്കണ്ട. ഞാനിവിടെ ഒരു ബോർഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. മറന്നുപോയ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ വിളിക്കേ. അയ്യോ, ഇതിന്റെ ഒരു മണി ഇവിടെ പോയി. മണി മണി, ഓ സോറി. ഓക്കെ, കഴിഞ്ഞ ആഴ്ച എന്റെ വാച്ചായിരുന്നു. ഓ, ഒരുത്തന്റെ വയറ്റിൽ കത്രിക വെച്ച് മറന്ന കാര്യം ഇപ്പൊ ഓർമ്മ വയ്യ. ഓ, ഇതുപോലെ ആരുടെയൊക്കെ വയറ്റിൽ എന്തൊക്കെ വെച്ച് മാറി. ഇവിടെ വെച്ച വെള്ളം കുപ്പി എവിടെ? വെള്ളം കുപ്പി. ഓക്കെ, പാരസെറ്റമോൾ, വെള്ളം. ഇതെന്താ ടേം കാണും? ഇത്രയധികം മൂത്രം എടുത്തിട്ടാണോ ടെസ്റ്റ് ചെയ്യാൻ വരുന്നത്? പെട്ടെന്ന് ബസ്സിന് മൂത്രയ്ക്കാൻ പറ്റിപ്പോ. എന്താ തന്റെ പ്രശ്നം? എന്താ സാറേ, ഞാനും ഭാര്യയും മാത്രമാണ് വീട്ടില്. ആ പറ, എന്താ പ്രശ്നം? എന്താ? അപ്പൊ ഞാന് രാത്രി ഉറങ്ങാൻ വേണ്ടി ബെഡ്റൂമിലേക്ക് പോകുമ്പോഴേ പോകുമ്പോ അവൾ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. എന്നിട്ട് പറഞ്ഞോ, ബാക്കി പറഞ്ഞോ. ഡോണ്ട് വറി, ഞാനില്ലേ. പറ, ബാക്കി പറയാ. അപ്പൊ ഞാൻ അറിയാണ്ട് ഞാൻ എന്തായാലും അവളെ അടുത്ത് കിടക്കുമല്ലോ. കിടക്കണം. കിടന്നിട്ട് ഞാൻ കിടത്ത് പറയണോ, ബാക്കി പറ. അപ്പൊ ഞാൻ അറിയാണ്ട് എന്റെ അറിയാണ്ട് ഉറക്കത്തിൽ മൂത്രം വെച്ചോ സാർ. ഇതായിരുന്നു ഇത്ര വലിയ പ്രശ്നം. അതിങ്ങനെ കാണിക്കാം, ഞാൻ എന്തെങ്കിലും എഴുതി തരാം. സാർ ഇപ്പോഴാണോ? ഇവനെന്താ എഴുതി കൊടുക്കുക? പാരസെറ്റമോൾ എഴുതിയാലോ? തോളൂ മണ്ടന്മാർ വന്നോളൂ. സോറി സാർ, പെട്ടെന്ന് പറഞ്ഞപ്പോ മനസ്സിലായില്ല. സോറി. ഈ മരുന്ന് അയച്ചാൽ മതി. ഓക്കെ ഓക്കെ സാർ. സാർ, ഇതില് ഒരു ഡബിൾ സൈഡ് എൻഡോസ്കോപ്പി കൂടി ചെയ്താൽ ചിലപ്പോ. അത് നല്ല ഐഡിയ ആടാ. ഇവിടെ നീ ഇങ്ങോട്ടൊക്കെ മാറിയിരുന്നേ. ഇത് കൂടി ഇട്ടോ. ഓക്കെ, ഞാനല്ലേ ഡോക്ടർ, നീ രോഗി. സാർ ടെസ്റ്റ് ചെയ്തോളൂ. ഞാനാണോ ടെസ്റ്റ് ചെയ്യേണ്ടത്? പുറത്തേത് ലാബ് കൊണ്ടുപോയി കൊടുക്കണോ? മൂത്രമായിട്ട് വന്നോളൂ രാവിലെ. സാധനമൊക്കെ ഇനി എപ്പോ പഠിച്ചു തീർക്കാനാ? എന്താ അവാർഡ് വേടോ? നമസ്കാരം. നമസ്കാരം. ഇരിക്കേ സാർ. ഇത് ഞാൻ ഇരിക്കില്ല സാർ, ഞാൻ എടുത്തോളൂ. ഇരിക്കണോ? അല്ല സാർ, ഞാൻ എടുത്തോളൂ. ഇരിക്കാതെ നിനക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അല്ല, അതുകൊണ്ടല്ല. എന്താ തന്റെ പ്രശ്നം? സാർ, ഇവിടെ പെണ്ണുങ്ങൾ ആരും കൊണ്ടാ? പെണ്ണുങ്ങൾ? താനിവിടെ പെണ്ണാണ് വന്നേണോ? അതല്ല സാർ, ഓരോ ഇല്ലേ ഓരോടൊന്ന് പോവാൻ പറയാ. അപ്പൊ താൻ അവിടെ പോയിരിക്കോ? അത് ശരിയാണല്ലോ. എടാ, തന്റെ പ്രശ്നം എന്താന്ന് പറ. സാറേ, പ്രശ്നം വെച്ചാൽ പിമ്പിൾസിന്റെ പ്രശ്നമാണ്. പിമ്പിൾ? അപ്പൊ പിമ്പിളിന്റെ മരുന്ന് തരാം. അല്ല സാർ, ഒരു മിനിറ്റ്. പിമ്പിൾ എന്ന് വെച്ചാൽ ഇപ്പൊ അങ്ങനെയല്ല. തന്റെ പ്രശ്നം എന്താന്ന് പറയണോ? സാറ് സ്റ്റാർ കണ്ടില്ലേ? സ്റ്റാർ മമ്മൂട്ടി? അപ്പൊ മമ്മൂട്ടി പോലെന്നല്ല, ഈ നക്ഷത്രം. നക്ഷത്രം ക്രിസ്മസിനൊക്കെ വെക്കുന്ന നക്ഷത്രമാണോ? സാർ, അങ്ങനത്തെ നക്ഷത്രമല്ല. പിന്നെ ഈ തൃക്കേട്ട കഴിഞ്ഞപ്പാടുള്ള നക്ഷത്രം. തൃക്കേട്ട കഴിഞ്ഞ് പൂരാടം? സാറേ, പൂരാടത്തിന് മുന്നേയുള്ള നക്ഷത്രം. സിസ്റ്റർ, ഈ തൃക്കേട്ട കഴിഞ്ഞ് പൂരാടത്തിന് മുന്നേ നക്ഷത്രം ഏതാണ്? മൂല നക്ഷത്രമാണോ തന്റെ പ്രശ്നം? സാറേ, ആരെയാണ് ഈ പിമ്പിൾ ഉള്ളത്? ആക്ച്വലി നക്ഷത്രത്തിന്റെ ഉള്ളിൽ പിമ്പിളോ? സാറേ, ഈ മൂല പിമ്പിൾ എന്നൊക്കെ പറയും. മൂലക്കുരുവാണോ? അതെനിക്ക് ആദ്യം പറഞ്ഞാ പോരെ. മൂലക്കുരു ആരും കാണിക്കാൻ ഞാൻ എഴുതി തരാം. മൂലക്കുരുവായിട്ട് വന്ന് മരുന്ന് അയച്ചാൽ മതി. ഓക്കെ സാർ. ഓക്കെ, ഇതൊക്കെ ഞാൻ സാറേ, പിന്നീടല്ല ഒരു കാര്യം കൂടെ. സാർ, ഞാനിങ്ങോട്ട് കയറിയുമ്പോ സാറ് ഒച്ച കേട്ടനാ? ഒച്ചയാ? ഒരു മണി ഇരിക്കുന്ന പോലെ. ഇല്ല, ഒന്ന് കേട്ടോ. കേട്ടോ? ഇത് കൊള്ളാലോ സാറേ. കഴിഞ്ഞ ആഴ്ച വീട്ടിൽ വൈറൽ ഓപ്പറേഷൻ ചെയ്ത് പോയതാ. പിന്നെ വീട്ടിൽ നിന്ന് പുറത്ത് ചെയ്യാൻ കഴിയില്ല. അറിയാ, സ്കൂളിൽ എവിടെയെല്ലാം പോകുമ്പോൾ പിള്ളമാർ ഐസ് വിട്ടായി വെക്കുന്ന ആളാഴ്ച ബാക്കിൽ വരും. സ്റ്റെപ്പ് ഒന്നും ചെയ്യാൻ കഴിയില്ല സാറേ. എന്ത് കഷ്ടമാണ് സാറേ. താനൊന്ന് ചാടിക്കേ. ചാടാലോ? കേട്ടോ? താനൊന്ന് അങ്ങോട്ടേക്ക് നടന്നേ. അങ്ങോട്ടേക്കാ? ഓ, അവിടെ നിന്നോ? എടുക്കാം സാറേ. അയ്യോ, മണി 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 മണി. ഓക്കെ. എടി, ഞാനില്ലേ എന്റെ കീച്ചേന്റെ മണിയില്ലേ, അതൊരുത്തന്റെ വയറ്റിൽ വെച്ച് മറന്നുപോയി. അത് നമുക്ക് നാളെ ഓപ്പറേഷൻ ചെയ്തെടുക്കാം, പേടിക്കണം. മണിക്കൂട്ട ഇങ്ങോട്ട് വരൂ. സാറേ, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഇവിടുന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നല്ലേ? പിന്നെ ഉണ്ടാവും, എനിക്കറിയാം. അല്ലാതെ ഇങ്ങനെ വരാൻ സാധ്യതയില്ല. ഇതെന്താ വർക്ക് ചെയ്യുന്നില്ലേ? സാർ, പിന്നെ തന്റെ പ്രശ്നം എന്താന്ന് മനസ്സിലായി, മണി എന്താന്ന് മനസ്സിലായി. പക്ഷേ ഞാനിപ്പോ തന്നെ ചെക്ക് ചെയ്തപ്പോ ഒരു ബുള്ളറ്റ് പോകുന്ന പോലെ ഒരു ശബ്ദമാണ് കേട്ടത്. അതെന്താണെന്ന്? ബുള്ളറ്റാ? എന്താ കുടലിനുള്ള ബുള്ളറ്റും മണിയും പോകയും ബ്രഹ്മപുരം പോലെ ആയില്ല സാറേ. അപ്പൊ ഈ മണി എന്താണ്? മണി തന്റെ മൂത്രത്തിൽ ഒരു ചെറിയ കല്ലുണ്ട്. ആ കല്ല് കിഡ്നിയുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ ഒരു ചെറിയ സൗണ്ട് വരും. അയ്യോ സാറേ, ഞാൻ ഒടുക്കുവോ സാറേ? സോറി, എന്താന്ന് വെച്ചാൽ എനിക്ക് ചെറിയൊരു മറവിയുടെ അസുഖമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ചെറിയ എന്തൊക്കെ സാധനങ്ങൾ വയറ്റിൽ വെച്ച് മറന്നു പോകുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പേടിക്കണ്ട, ഞാൻ നാളെ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുത്ത് തരാം. എന്റെ സാറേ, സാർ ഇങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ സാർ മെഡിക്കൽ കോളേജിൽ വിളിച്ചൊന്ന് കാണിച്ചൂടെ? അത് നല്ല ഐഡിയ ആണല്ലോ. വിളി പെട്ടെന്ന് വിളി. ഹലോ
ഹലോ. മെഡിക്കൽ കോളേജ് അല്ലേ? അതെ. നാളെ ഒരു പേഷ്യന്റ് ഉണ്ട്. എന്തായിരുന്നു പ്രശ്നം? എന്തായിരുന്നു പ്രശ്നം? എന്തേത് പ്രശ്നം? മറവി മറവി നല്ലൊരു ഓയിന്റ്മെന്റ് ഉണ്ട്. ഉണ്ടോ? അപ്പൊ പിന്നെ ഒരു സംശയം കൂടി ഉണ്ട്. ആക്ച്വലി മെഡിക്കൽ കോളേജ് എവിടെയായിട്ട് വരും? മറന്നുപോയി. എന്താ പോലെ? മെഡിക്കൽ കോളേജ് എവിടെയായിട്ട് വരുന്നു? എന്റെ ഈ മറവി കാരണം. സാറേ എന്താണോ? ഓ